ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടേൽസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എടുക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ലാന്ന് എനിക്ക് ഇപ്പോഴാണ് എടുത്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഈ ഒരു 1 വീക്കായിട്ട് ഐ വാസ് കീപ്പ് ഓൺ തിങ്കിങ് നെക്സ്റ്റ് ട്യൂസ്ഡേ എന്ത് വീഡിയോ ഇടും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് എൽക്ക് ഐലൻഡിലേക്ക് വരാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഐ ഹാവൻ സീൻ ദാറ്റ് ബിഫോർ. അപ്പൊ നമ്മള് എൽക്ക് ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് മാക്സിമം ഒരു 30 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ കേട്ടോ. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈസൺ ആണ്. ബൈസൺ മാത്രമല്ല, മൂസിനെയും പറ്റിയ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഈ ബൈസൺ എന്ന് പറഞ്ഞാൽ ബഫലോന്റെ ഫാമിലിയിലെ ആള് തന്നെയാ കേട്ടോ. പക്ഷെ അത് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ലല്ലോ, പടത്തിലാണെങ്കിലും കണ്ടിട്ടില്ല. പക്ഷെ സെയിം ഫാമിലിയിൽ പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ ബൈസൺ എന്ന് പറയണവന്റെ ലുക്ക് ഉണ്ടല്ലോ ഭയങ്കര ഡിഫറെന്റാ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ ബൈസൺ ആരാണെന്നും ബൈസന്റെ മാത്രമല്ല എൽക്ക് ഐലൻഡ് എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബൈസന്റെ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഞാൻ വിചാരിക്കാൻ തന്നെ ദൈവം ഒന്ന് കാണാൻ കിട്ടിയ സന്തോഷമായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ബൈസൺ മാത്രല്ല കേട്ടോ, എൽക്കും മാനും കരടിയും ഒക്കെ ഉണ്ട്. കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എന്ന് മാത്രം. പക്ഷെ ഇവരെല്ലാരും ഇവിടെ ഉണ്ട്. ഇതാണ് എൻട്രൻസ് എൽക്ക് ഐലൻഡിലേക്ക് ഉള്ളത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്ലീൻ ആയിരുന്നു കേട്ടോ. കൺസർവേഷൻ പാർക്ക് ആയതുകൊണ്ട് തന്നെ അവര് മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ട് ഇടണം എന്നുള്ളത്. ഇതിപ്പോ നമ്മൾ എഡ്മണ്ടണിലായതുകൊണ്ടാണ് ഇവിടെ തിക്കും തിരക്കും ബഹളമൊന്നും ഇല്ലാത്തത്. ഈ സെയിം സംഭവം അല്ല. ഇങ്ങനെ ഒരു പാർക്ക് ടൊറന്റോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നല്ല ബഹളമായിരിക്കും. കാറുകൾ മുട്ടിയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത്രയ്ക്ക് തിരക്കുണ്ടാവും. പക്ഷെ ഇത് നോക്കി ഒന്നുമില്ല. എന്നുവെച്ചാൽ ആൾക്കാരില്ല എന്നല്ല, ആൾക്കാരുണ്ട് പക്ഷെ അത്രയ്ക്ക് ബഹളമില്ല. ഇപ്പൊ ആ ഒരു എൻട്രൻസ് കണ്ടില്ലേ, അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. പക്ഷെ ജൂൺ 20 മുതൽ സെപ്റ്റംബർ 2 വരെ ഫ്രീ ആണെന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അറിയില്ലായിരുന്നു, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈസൺ ലൂപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി കേട്ടോ. അതായത് ബൈസണിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ മേഞ്ഞു നടക്കാം. പക്ഷെ ഇവിടെ കാണാൻ പറ്റുന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഐലൻഡിലേക്ക് എത്തുന്നതിന് മുമ്പാട്ടോ ഈ ഒരു പാർട്ട് വരണത്, ഈ ഒരു ഭാഗം വരണത്. പക്ഷെ നമുക്ക് കാണാൻ കിട്ടിയില്ല. പക്ഷെ ഇതിൽ കൂടെ ഉള്ള ഡ്രൈവ് നല്ല രസമായിരുന്നു. ഇങ്ങനെ മണ്ണ് വഴി കൂടെ ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടോ പോയിക്കൊണ്ടിരുന്നിരുന്നേ. നമുക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് പുറത്തേക്ക് എത്തി. അപ്പൊ ഐലൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ട്രെയിൽ കണ്ടു. ഒരു ട്രെയിൽ മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ ട്രെയിലുകൾ ഉണ്ട് അവിടെ. ഞാൻ ഈ എൽക്ക് ഐലൻഡിനെ പറ്റി നോക്കിക്കൊണ്ടിരുന്നപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു എൻട്രൻസിൽ കൂടെ ഇത് നടന്നു പോണു, ബൈസൺ നടന്നു പോണു. അപ്പൊ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാ വന്നത്, പക്ഷെ കാണാൻ കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ കാണാൻ പറ്റിയില്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള സന്തോഷത്തിൽ നടക്കുകയായിരുന്നു കേട്ടോ. ഈ തുമ്പിനെ കണ്ടപ്പോൾ എനിക്ക് വിടാൻ തോന്നിയില്ല, അതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാ. ഈ തുമ്പി നമ്മുടെ നാട്ടിലും ഉണ്ട്. ഇതിന്റെ വെള്ളയും മഞ്ഞയും ഒക്കെ നമ്മുടെ പറമ്പിൽ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആരെയും കാണാറില്ല. പണ്ടൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഈ തുമ്പികളെ. ഇതിനെ അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്മുടെ കയ്യിൽ ഈ ചിറകിൽ ഉള്ള ഒരു പൊടി പോലത്തെ ഒരു സംഭവം കയ്യിലാവുമായിരുന്നു. കടലാസ് പോലത്തെ തുമ്പി ഇടയ്ക്കിടയ്ക്ക് കയ്യിലൊക്കെ വന്നിരിക്കുന്നു. ഇപ്പൊ കാണാൻ കിട്ടാത്തതുകൊണ്ട് ഇവനെ ഇവിടെ കണ്ടതുകൊണ്ട് സന്തോഷത്തിൽ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു ട്രെയിനില് നമ്മൾ പോകണമെന്ന് വിചാരിച്ചതൊന്നല്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് നടന്നു നോക്കാന്ന് വിചാരിച്ചു എന്ന് മാത്രം. പക്ഷെ നടന്നു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് ചെറുതല്ല, ഒത്തിരി ദൂരം ഉള്ളതാണെന്ന്. അതുകൊണ്ട് ഈ ദൂരത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ വന്ന സംഭവങ്ങൾ കാണാനുള്ള സമയം ഉണ്ടാവില്ല. എന്നാലും ഒന്ന് നടന്നു നോക്കാം, എത്രത്തോളം ദൂരം ഉണ്ടെന്നുള്ളത് അറിയാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നടന്നു തുടങ്ങിയതാ. പിന്നെ അത് മാത്രല്ല, ഒട്ടും നല്ല അല്ല, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അധികം ചൂടുണ്ടായിരുന്നില്ല. പിന്നെ കാടിന്റെ ഉള്ളിൽ നടക്കണോണ്ട് ആ ചൂട് നമ്മൾ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. പുറത്തിറങ്ങിയപ്പോ മനസ്സിലായി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നടക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. കാറ്റ് കുഞ്ഞിതായിട്ട് വീശണുണ്ടായിരുന്നു. ഇത് ഞാന് ഇവര് കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാണ്ട് നേരെ അങ്ങോട്ട് നടന്നു പോയി. പക്ഷെ ഇവര് ഇവിടെ ഇരുന്നിട്ട് ഈ ചെയറിന്റെ ഫോട്ടോ എടുക്കണു, ചെയറിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണു. അതുകൊണ്ട് ഇവര് കാണാഞ്ഞത് കൊണ്ട് ഞാൻ തിരിച്ചു വരണതാണ് ഈ കാണുന്നത്. ആ ചെയറിൽ അവര് ഇരുന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും ആ ചെയർ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. പിന്നെ ഈ ബൈസണിനെ കണ്ടില്ല എന്നുള്ളത് ഒരു വിഷമം ഉണ്ടായിരുന്നുണ്ടെങ്കിലും പുറത്തിറങ്ങിയപ്പോ അതേ നിൽക്കണു നമ്മുടെ റോഡിന്റെ സൈഡിൽ സുന്ദരക്കുട്ടൻ. എന്തൊരു സന്തോഷമായി എന്നറിയോ കണ്ടപ്പോ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ. നമ്മൾ മാത്രല്ല കേട്ടോ, ഇഷ്ടംപോലെ വണ്ടികൾ വേറെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടില്. പിന്നെ എപ്പോഴും കണ്ട് കണ്ട് ശീലമുള്ള ആൾക്കാര് നിന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും മെനക്കേടില്ല, അവരങ്ങോട്ട് വിട്ടുപോകും.
നമ്മൾ ആദ്യമായിട്ട് കാണുന്നോണ്ട് അവിടെ നിന്നു. കണ്ടോ എന്തൊരു ഡിഫറെന്റാന്ന് നോക്കിയേ. ബഫലോന്റെ ഫാമിലി തന്നെയാണ്. പക്ഷെ ഇവനെ കണ്ടോ? ഈ വീഡിയോയില് ഇവന്റെ വലിപ്പം മനസ്സിലാവണുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര വലുതായിരുന്നു ട്ടോ. നമ്മുടെ നാട്ടിലെ ബഫലോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവനേക്കാളും വലിയ ആൾക്കാരുണ്ടെന്നാ കണ്ടിട്ടുള്ളവര് പറയണത്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് നമുക്ക് സന്തോഷം. ഇവൻ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു ട്ടോ. ഞാൻ കുറെ നേരം നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്കൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഫുള്ള് വീഡിയോ ഇട്ടിട്ടില്ല. ഇവൻ അവിടെ നിന്ന് സ്ലോ ആക്കി നമ്മൾ നോക്കണൂന്ന് കണ്ടപ്പോ വണ്ടികൾ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവന്റെ നോട്ടം കണ്ടാ പേടിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോന്നിട്ട് ആസ്ട്രോട്ടിൻ ലേക്കിലേക്കാണ് വന്നത്. ഈ ക്യാമ്പിംഗ് ഗ്രൗണ്ടിലുള്ള ഒരു ലേക്കാ. അവിടുന്ന് ഒരു 2-3 എൻട്രി ഉണ്ട് ട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് എൻട്രിയിൽ ഞങ്ങൾ കണ്ടപ്പോ കേറിയതാ. ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തു. ആകാശത്തിന്റെ കളറൊക്കെ കണ്ടു. എന്തൊരു ഭംഗിയാ നോക്കിയേ. അതുകൊണ്ട് അവിടെ നിന്നെടുത്തു കുറച്ച് വീഡിയോസ്. പിന്നെ ഈ മേൽഭാഗം ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ ഭാഗത്തൊക്കെ ട്രെയിലാട്ടോ. ആൾക്കാര് നടന്നൊക്കെ പോണുണ്ടായിരുന്നു. പിന്നെ ട്രെയില് മാത്രല്ല ഇഷ്ടംപോലെ ക്യാമ്പിംഗ് ഗ്രൗണ്ടും ഉണ്ട്. ഈ കാണുന്നതൊക്കെ ആ കാടിന്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അവരുടെ ടെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റാ. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ടെന്റ് അല്ല അത്. അതിനൊരു പേരുണ്ട്. ഓത്തന്റിക് എന്നാ പറയാ. ഓത്തന്റിക് എന്നല്ല കേട്ടോ, ഓത്തന്റിക്. അത് ശരിക്കും പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇല്ലേ, ശരിക്കും അതുപോലത്തെ ഷേപ്പാ. അത് മാത്രല്ല വീട് പോലത്തെ ടെന്റും ഉണ്ട്. ജനലും വാതിലും ഒക്കെ ഉള്ളത്. നല്ല ഭംഗിയാ കാണാൻ. ആ ജനലും വാതിലും ഒക്കെ ഉള്ള ടെന്റ് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ളത്. അതിൻ്റെ അകത്ത് ഒരു 5-6 പേർക്ക് കിടന്നുറങ്ങാൻ പറ്റും. മറ്റേ ഷേപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2-3 പേർക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലത്തെ ടെന്റുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി പാടാ. അവരുടെ പെർമിഷനൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഈ കാടിന്റെ ഉള്ളിലൊക്കെ അവരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ലേക്കില് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കനോയിങ് നടത്താം നമുക്ക്. അത് മാത്രല്ല ഇവിടുന്ന് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലത്തേക്ക് ഇതുണ്ടോ ഈ പേയ്മെന്റ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് നടന്ന് അങ്ങോട്ടൊക്കെ പോവാട്ടോ. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല. അത് നേരം ഉണ്ടായിരുന്നില്ല. നേരമില്ല ചേട്ടാ, നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഭക്ഷണം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ട് അതിനൊന്നും നിന്നില്ല. കണ്ടോ കനോയിങ് നടത്തണുണ്ടോ? 2-3 വഞ്ചികൾ നടക്കുന്നുണ്ട്. തുഴഞ്ഞ ആൾക്കാർ നടക്കുന്നുണ്ട് വെള്ളത്തിൽ കൂടെ. നമുക്കറിയില്ലായിരുന്നു ഇതിവിടെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ നിന്നില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. കണ്ടോ ഈ ഒരു എൻഡിന്നാണ് അവർക്ക് വഞ്ചി കിട്ടുക. അപ്പോൾ നമ്മൾ ഇപ്പം നീന്താൻ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെന്നുണ്ടെങ്കിലും എന്തായാലും അവർ ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് വിടുള്ളൂ. കാരണം വെള്ളമല്ലേ, റിസ്ക് അല്ലേ, എന്താണ് എപ്പോഴാണ് സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് അവരെന്തായാലും നമ്മളെ ഇറക്കില്ല. അതിനെന്തെങ്കിലും സ്പെഷ്യൽ ചാർജ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. അതൊന്നും ഞങ്ങൾ അന്വേഷിച്ചില്ല. കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇങ്ങനെ എൻജോയ് ചെയ്ത് നിന്നു. ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഒരു ഈ ജോലിയുടെ തിരക്കിന്നും അതിന്നും ഇതിന്നും ഒക്കെ നമുക്കൊരു ഗെറ്റ് അവേ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസാ. ആരുടെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി അവിടെ ഇരിക്കണു, അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ട് സ്പേസ് ഉള്ളത് കൊണ്ട് ആൾക്കാർ ഇപ്പൊ കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ പോയി ഇരിക്കാൻ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട്. ഇതാണ് ട്ടോ മെയിൻ എൻട്രി നമ്മുടെ ലേക്കിലേക്കുള്ളത്. ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരിക. ഇവിടെയാണ് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് അധികം ഉള്ളത്. കൂടുതലും എന്താ പറയുക പ്രായമായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. മൺഡേ ആയതുകൊണ്ട് തന്നെ ജോലി ഉണ്ടല്ലോ ആൾക്കാർക്ക്. അതുകൊണ്ട് അവര് ചെറുപ്പക്കാരെ ആരും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാരും പ്രായമായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിരിക്കുന്നു, ഒരു പിക്നിക് നടത്തുന്നു, അങ്ങനെയൊക്കെയാ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികളായിട്ട് വന്നിട്ടുള്ളവരും ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ഇവിടുന്ന് ഈ ലേക്കിന്റെ നമ്മുടെ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ലേക്കിലേക്ക് ഒരു ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് വേ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ട് തോന്നുന്നു ഇങ്ങനെയൊക്കെ. ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഒത്തിരി പേര് അവിടെ നിൽക്കണ്ടായിരുന്നു. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അവിടെ നിൽക്കുന്നവർ ഇറങ്ങിയിട്ട് വേണമല്ലോ നമുക്ക് കയറാൻ. പിന്നെ നോക്കി നിന്നിട്ട് അവർ ഇറങ്ങണില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി. ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയില്ല. അവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ലേക്ക് നോക്കിയാൽ എന്തൊരു വലിപ്പമാന്ന്. അവിടെയും ഉണ്ട് 2 വഞ്ചികള്. തുഴഞ്ഞ് അവർ അങ്ങേയറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിൽ പെലിക്കൻസിനെയും കാണാം കേട്ടോ. പക്ഷെ പെലിക്കൻസിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല.
പെലിക്കൻസ് കൂട്ടമായിട്ട് നീന്തുന്നുണ്ടാവും. ഇവിടെ പിന്നെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അവിടെ 2-3 പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഫോട്ടോ എടുക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേഗം ഇറങ്ങി. ഞങ്ങൾ ഫോട്ടോസ് എടുത്തില്ല അവിടെ നിന്നിട്ട്. വീഡിയോ എടുത്തിട്ട് ഇറങ്ങുക ചെയ്തത്. കാരണം ആൾക്കാർ നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ബുദ്ധിമുട്ടല്ലേ അവർക്കും. ദേഷ്യം വരുമല്ലോ എന്തായാലും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടു കഴിഞ്ഞിട്ട് ഇരുന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങളവിടെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക ചെയ്തത്. നേരത്തെ പറഞ്ഞല്ലോ ഭക്ഷണമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെ സൂര്യനാണെങ്കിൽ തലയ്ക്ക് മുകളിൽ നിൽക്കുക. 25-26 ആയിരുന്നു എന്ന് തോന്നുന്നു ടെമ്പറേച്ചർ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പോണ വഴിക്ക് തന്നെ ഞങ്ങൾ ഡൊമിനോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ലാർജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്തു. എല്ലാവരും കാറിലിരുന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് കാറിലിരുന്ന് കഴിക്കുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് സമാധാനമായിട്ട് വീട്ടിലൊക്കെ വന്നിരുന്ന് കഴിക്കണം. അതുകൊണ്ട് അവർ കഴിച്ചു. ഞാൻ കഴിച്ചില്ല. ഞാൻ വീട്ടിൽ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ അധികം സമയം അവിടെ നിന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ കറങ്ങി കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു. പക്ഷെ അവിടെ ഒത്തിരി പേര് ഇരുന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും നിന്നില്ല. നമ്മൾ കണ്ടു, പോയി എല്ലാം കണ്ട് തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ 2 മൂസിനെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പം ഒരു ബൈസണിനെ മാത്രമേ കണ്ടുള്ളൂ. തിരിച്ചു വന്നപ്പോഴും ഒരു ബൈസണിനെ കണ്ടു. പക്ഷെ പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴും 2 മൂസിനെയും കൂടെ കണ്ടത്. പക്ഷെ അത് ഹൈവേയിലേക്ക് കയറിയപ്പോഴത്തേക്കും അതുകൊണ്ട് നിർത്താൻ പറ്റില്ല. ദൂരേന്ന് 2 മൂസിനെ കാണാൻ പറ്റി. നമ്മളിവിടുന്ന് 12:15 ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4:30. അപ്പം അത്രയും സമയം എടുത്തുള്ളൂ പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ 1-2 സ്ഥലത്തും കൂടെ പോകാനുണ്ടായിരുന്നു, കയറാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നു. അതിൻ്റെ ഇടയ്ക്ക് വിശന്നു. അപ്പോൾ പിzzയും കൂടെ മേടിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ അപ്പോൾ കാറിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.